سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله كلمتان خفيفتان على اللسان നാവിനെ വളരെ ലളിതമായി ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് വാക്ക്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ വളരെ ഏറെ ഭാരമുള്ള രണ്ട് വാചകം. ഹബീബത്താനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക്. അതാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മോട് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തസ്ബീഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നമ്മളെല്ലാവരും അത് പതിവാക്കേണ്ടതാണ്. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി ഖുർആനിൽ പറഞ്ഞതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, മാറി മാറി വരുന്ന രാപ്പകലുകൾ, അള്ളാഹുവിൻ്റെ ഈ ഭൂമി, ഈ ആകാശം, അതെല്ലാം സൃഷ്ടിച്ചതിൽ ആയാത്തുല്ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനേറെയുണ്ട്. ഈ പ്രകൃതി തന്നെ പടച്ചവനെക്കുറിച്ച് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം അതാണ് പ്രഭാതം, ആ പകലിൻ്റെ അന്ത്യം അതാണ് പ്രദോഷം, വൈകുന്നേരം. ഈ സമയത്ത് സബ്ബിഹൂഹു ബുക്റതൻ വ അസീല, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലണമെന്ന് ഖുർആനിൽ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് ദിക്ർ. ആ ദിക്റിൽ വളരെയേറെ മഹത്വമുള്ളതാണ് തസ്ബീഹ്. നമ്മൾ നിസ്കാരത്തിൽ റുക്കോയിലേക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദി, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയാണ്. സുജൂദിലേക്ക് പോകുമ്പോഴും സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി തസ്ബീഹാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് ഈ ലോകത്തെ എല്ലാ ചരാചരങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ധർമ്മമാണ്. അത് കൂടുതലായി നിർവഹിക്കേണ്ടത് മനുഷ്യനാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.